ഈ തെരുവുനായ്ക്കൾ ഉണ്ടാകുന്ന ഒരിക്കലും തെരുവിലുണ്ടാകുന്നതല്ല. വീട്ടിൽ കൊണ്ട് ഉപേക്ഷിക്കുകയാണ്. റോട്ടിൽ എവിടെയെങ്കിലും കൊണ്ട് ഇറക്കി വിട്ടിട്ട് പോകും. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് പട്ടികളുടെ കഥയാണ്. വീട്ടിൽ വളർത്തുന്ന പട്ടികളുണ്ട്, നാട്ടിൽ വളർത്തുന്ന പട്ടികളുണ്ട്. ഇങ്ങനെ പല രീതിയിലുള്ള പട്ടികളുണ്ട് നമ്മുടെ സമൂഹത്തിൽ. അപ്പോൾ 2018 കൊറോണയുടെയൊക്കെ കാലഘട്ടത്തിൽ നമ്മുടെ ഗവൺമെൻറ് പറയുമായിരുന്നു, നമ്മുടെ സ്ഥലങ്ങളിലൊക്കെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന പട്ടികൾ അതുപോലുള്ള മൃഗങ്ങൾ ഇതുങ്ങൾക്കെല്ലാം ഭക്ഷണം കൊടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് പറയാൻ കാരണം വെച്ചാൽ പട്ടികളൊക്കെ ഭക്ഷണങ്ങളൊന്നും ഇല്ലാതെ വയലൻ്റായിട്ട് വഴിയെ പോകുന്ന കുട്ടികളെയും മറ്റുള്ള ആൾക്കാരെയും ആക്രമിക്കുന്ന പല സംഭവങ്ങളും ഉണ്ടായിട്ടുണ്ട്. ഈ പട്ടികൾക്ക് ഭക്ഷണം കിട്ടാണ്ട് വരുമ്പോഴത്തേക്ക് അത് ആ പ്രദേശത്ത് നിന്ന് മാറി വഴിയെ പോകുന്ന ആളുകളെ ആക്രമിക്കും. അതുകൂടാണ്ട് തൊട്ടടുത്ത വീടുകളുണ്ടെങ്കിൽ വീടുകളിൽ കയറി വീടുകളിലുള്ളവരെ ആക്രമിക്കും. വീട്ടിൽ വളർത്തുന്ന വളർത്തു മൃഗങ്ങളുണ്ടെങ്കിൽ അതിൻ്റെ ഭക്ഷണത്തിന് വേണ്ടിയിട്ട് കോഴിയോ ആടോ ഒക്കെ ഉണ്ടെങ്കിൽ മുയലോ ഒക്കെ ഉണ്ടെങ്കിൽ അതിനെ ആക്രമിക്കും. അങ്ങനെയുള്ള രീതിയിലേക്ക് വരികയാണ്. അപ്പോൾ നമ്മുടെ ഇടുക്കിയിൽ 2018 മുതൽ ഇന്ന് വരെയും ഒരു യുവാവ് അന്ന് മുതൽ തെരുവ് നായ്കൾക്ക് ഭക്ഷണം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്, ഇന്നും കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ആ അന്ന് മുതൽ കൊടുത്തുകൊണ്ടിരിക്കുന്ന അതിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് ഇപ്പോൾ പറയാൻ പോവുകയാണ് അദ്ദേഹം. കാരണം അദ്ദേഹത്തിന് നല്ല ചിലവുള്ളതാണ്, മെനക്കേടുള്ളതാണ്. അങ്ങനെ വളരെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരാളാണ്. ഈ തെരുനായ്കൾക്ക് ഈ ഭക്ഷണം കൊടുക്കുന്നതുകൊണ്ട് തന്നെ ഒത്തിരി വിമർശനങ്ങളും പരാതികളും കേസുകളും ഒക്കെ അനുഭവപ്പെട്ടിട്ടുള്ള ഒരാളും കൂടെയാണ് ആൾ. കാരണം ഇതിനെയൊക്കെ നേരിട്ടുകൊണ്ടാണ് കൊടുക്കുന്നത്. കാരണം വെച്ചാൽ 2018 പട്ടികൾ പട്ടിണിയായിട്ട് വഴിയെ പോകുന്നവരെ ഉപദ്രവിക്കണ്ടല്ലോ എന്നോർത്ത് കൊടുത്തു പോയതാണ്. പട്ടികൾ ഈ ഭക്ഷണം പ്രതീക്ഷിച്ച് വഴികളിൽ ആ സമയം നോക്കി ഇദ്ദേഹം കൊണ്ടുവന്ന വണ്ടിയുടെ നമ്പർ പോലും കൃത്യമായിട്ട് മനസ്സിലാക്കി ആ വണ്ടി വരുമ്പോഴത്തേക്ക് ആ വണ്ടിയുടെ മുന്നിലേക്ക് ഭക്ഷണം കഴിക്കാനായിട്ട് അത് ആർത്തിയോടെ വരുന്നത് നമുക്ക് ഈ വീഡിയോയിൽ കാണാൻ പറ്റും. ആ പട്ടികളെ കൂടാതെ പ്രാവുകളുണ്ട്. ഏറ്റവും അവസാനം പ്രാവുകൾക്കും ഭക്ഷണം കൊടുക്കുന്നുണ്ട്. ഒത്തിരി പ്രാവുകൾ വരുന്നുണ്ട്, അതിനും ഭക്ഷണം കൊടുക്കുന്നുണ്ട്. ഇദ്ദേഹം നമ്മുടെ ഇടുക്കി പൈനാവിൽ റോയിച്ചൻ എന്ന് പറയും ആ യുവാവിൻ്റെ പേര്. ഇദ്ദേഹവും കുടുംബവും ഒക്കെയാണ് ഈ തെരുവ് നായ്ക്കൾ. ഈ തെരുവ് നായ്ക്കളെക്കുറിച്ചും പറഞ്ഞത്, ഈ തെരുവ് നായ്ക്കൾ നമ്മൾ ഉണ്ടാക്കുന്നതല്ല, തന്നെ ഉണ്ടാകുന്ന. പല ആളുകളും വീട്ടിൽ നിന്ന് ഈ പട്ടി പ്രസവിച്ച് കുഞ്ഞുങ്ങളാവുമ്പോൾ അതിനെ ചാക്കിൽ കെട്ടി പല സ്ഥലത്തും കൊണ്ട് ഉപേക്ഷിക്കുന്നുണ്ട്. അതെങ്ങനെയെങ്കിലും രക്ഷപ്പെട്ട് ചിലതൊക്കെ ചത്തുപോകും, ചിലതൊക്കെ എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ടിട്ട് അത് തെരുവ് നായ്ക്കൾ അല്ലെ കാട്ടുനായ്ക്കളായി തീരുന്നൊരവസ്ഥയാണത്. അങ്ങനെയാണ് ഈ തെരുവ്. കാരണം പല ആൾക്കാരും പട്ടിയെ ക്വാർട്ടേഴ്സ് അല്ലെ ഇതുപോലുള്ള സ്ഥലത്ത് വളർത്തും. അവർ സ്ഥലം മാറിപ്പോകുമ്പോഴോ അല്ലെങ്കിൽ അവർക്കൊരു ഉപദ്രവം വരുന്ന സമയത്തോ ഈ പട്ടിയുടെ വാഹനത്തിൽ കയറ്റിക്കൊണ്ടുപോയി ചാക്കി കയറ്റിക്കൊണ്ടുപോയി കാട്ടിൽ തള്ളുന്ന ഒരു പ്രക്രിയ. അങ്ങനെയാണ് തെരുവ് നായ്ക്കൾ ഉണ്ടാകുന്നത്. അതിൻ്റെ ഒത്തിരി ഉദാഹരണമുണ്ട്. ചില ആൾക്കാരോട് ചോദിക്കും, ഞങ്ങൾ സ്ഥലം മാറിപ്പോവാണ്, പട്ടിയെ തരാമെന്ന് ചോദിക്കും. ആർക്കും വേണ്ടാന്ന് പറയുമ്പോൾ ഇവരെന്ത് ചെയ്യും, ന്യൂട്രലിൽ ഈ പട്ടിയിൽ ചാക്കിനകത്തോ വണ്ടിക്കകത്തൊക്കെ എത്തിക്കൊണ്ട് ആളില്ലാത്ത സ്ഥലത്ത് പോയി കൊണ്ടേ കളയും. ഇവരവിടെ നിന്ന് പോവുകയും ചെയ്യും. പട്ടി കിലോമീറ്ററോളം നടന്ന് 1-2 ദിവസം കഴിഞ്ഞാൽ വീട്ടിൽ വരുമ്പോൾ അവർക്ക് പരിചയമുള്ള വീട്ടുടമസ്ഥൻ അവിടെ ഇല്ല. പിന്നെ ആ പട്ടി അലഞ്ഞു തിരിഞ്ഞ് നടക്കുവാണ്. അതിന് ഭക്ഷണം കിട്ടാൻ ബുദ്ധിമുട്ട് വന്നു കഴിയുമ്പോഴത്തേക്ക് അത് വഴിയെ പോകുന്നവരെ ആക്രമിക്കുന്നൊരു ശീലം വരുന്നുണ്ട്. അങ്ങനെ പല സംഭവങ്ങളും ഈ പട്ടി മുഖാന്തരം വരുന്നുമുണ്ടത്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് 2018 മുതൽ ഈ പട്ടിക്ക് ഭക്ഷണം കൃത്യമായിട്ട് 1-2 ദിവസങ്ങളും മറ്റു ദിവസങ്ങളും ചിലപ്പോൾ പുള്ളി സഹായിക്കാനൊക്കെ ആയിട്ട് അത്യാവശ്യം കുറച്ച് ആൾക്കാരൊക്കെ അരിയായിട്ടും മറ്റുമൊക്കെ കൊടുത്ത് സഹായിക്കുന്നവരുണ്ട്. കാരണം ഇത്രയും പട്ടികളുണ്ടല്ലോ, 100-200ഓളം പട്ടികളുണ്ട്. പൈനാവ് പ്രദേശത്തുള്ള 100-200ഓളം പട്ടികളുണ്ട്. ഇതിനെല്ലാം പുള്ളിയുടെ ചിലവിൽ തന്നെ ഓട്ടോറിക്ഷയിൽ കയറ്റി ഈ സ്ഥലങ്ങളിലെല്ലാം കൊണ്ട് എത്തിക്കുവാണ്. നമുക്കത് വീഡിയോ കാണാം. അപ്പോൾ തുടർന്ന് നമുക്ക് വീഡിയോ കണ്ടാലോ. ഈ പണി ചെയ്യുന്ന ഈ ഒരു നല്ലൊരു പ്രവൃത്തി ചെയ്യുന്ന റോയിച്ചെന്ന് പറയുന്ന യുവാവിന് എൻ്റെ എല്ലാവിധ ആശംസകളും അറിയിക്കുകയാണ്. മിണ്ടാപ്രാണികളോട് ഇത്രയും ദയ കാണിക്കുന്ന ആ മനുഷ്യനെ എത്ര അഭിനന്ദിച്ചാലും മതിയാകത്തില്ല. നമുക്ക് തുടർന്ന് അദ്ദേഹത്തിൻ്റെ വീഡിയോ നമുക്കൊന്ന് കാണാം. ഓക്കെ, അദ്ദേഹം പറയുന്നതും കൂടെ ആ ഒപ്പം തന്നെ നമുക്ക് കേൾക്കാം. ഓക്കെ, താങ്ക്സ്. ഈ തെരുവുനായ്ക്കൾ ഉണ്ടാകുന്ന ഒരിക്കലും തെരുവിലുണ്ടാകുന്നതല്ല. ഇത് ഇവിടെ നമ്മളിവിടെ കണ്ടേക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ആൾക്കാർ കൊണ്ട് വീട്ടിൽ ഉണ്ടായി കഴിയുമ്പോൾ വീട്ടിൽ കൊണ്ട് ഉപേക്ഷിക്കുകയാണ്. റോട്ടിൽ എവിടെയെങ്കിലും കൊണ്ട് ഇറക്കി വിട്ടിട്ട് പോകും. ഈ മീൻമുട്ടി ഈ പരിസരങ്ങളിലൊക്കെ കാട്ടിലൊക്കെ കൊണ്ട് ഇറക്കി വിട്ടിട്ട് പോകുന്നുണ്ട്. ഇതിനകത്ത് ഞാൻ ഈ വീഡിയോയിൽ തന്നെ ഒരു കറുത്ത ഒരു പട്ടിയും കുഞ്ഞും ഈ കഴിഞ്ഞ ഒരാഴ്ച മുമ്പ് ഇവിടെ ഇറക്കി വിട്ടിട്ട് പോയതാണ്. മീൻമുട്ടിയുടെ സൈഡിൽ ഇറക്കി വിട്ടിട്ട് പോയതാണ്.
അങ്ങനെ ഇതുങ്ങളെ പെമ്പട്ടിയാണെങ്കിൽ പ്രത്യേകിച്ച് ഇറക്കി വിടും. കാരണം വെച്ചാൽ വീട്ടിൽ പെറ്റ് കൂട്ടാതെ ഇതുങ്ങളെ റോഡിലേക്ക് ഇറക്കി വിടും. റോഡിലിറങ്ങുമ്പോൾ അവിടെ എവിടെയെങ്കിലും ഇതുങ്ങൾ പെറ്റ് കൂട്ടി വേസ്റ്റൊക്കെ തിന്നോ, ഇല്ലെങ്കിൽ ഏതെങ്കിലും വാഹനത്തിൽ നിന്ന് വലിച്ചെറിയുന്ന വേസ്റ്റോ മറ്റൊക്കെ തിന്ന് ഇതുങ്ങൾ എന്ത് ചെയ്യും, വളരും. അല്ല എന്ത് ചെയ്യാനാ? അപ്പം അങ്ങനെയാണ് തെരുവുനായ ഉണ്ടാകുന്നത്. അല്ല തെരുവുനായ ഒരിക്കലും തെരുവിലുണ്ടാകുന്നതല്ല. ഇതുങ്ങളെ നമ്മളെ പോലുള്ള മനുഷ്യൻ കൊണ്ട് കാണിക്കുന്ന ക്രൂരതയുടെ പര്യായമാണ് ഇതുങ്ങൾ. അതാ ശരിക്കും സത്യം അത്. ഇവിടെ ഇഷ്ടംപോലെ കൊണ്ട് ഉപേക്ഷിക്കുന്നുണ്ട്. ചാക്കി കെട്ടിക്കൊണ്ട് ഉപേക്ഷിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പൊ എന്നിട്ട് പിന്നെ തെരുവുനായ എന്നുള്ള പേരും വരും. ഈ വീട്ടിൽ നിന്ന് ഇറക്കി വിടുന്നതിന് ആഹാരം തേടാനോ മറ്റൊന്നും അറിയത്തില്ല. അതുങ്ങളിങ്ങനെ അലഞ്ഞു നടക്കും. അപ്പം പിന്നെ എന്ത് ചെയ്യും? പിന്നെ അങ്ങനെയാണ് തെരുവുനായ ഉണ്ടാകുന്നത്. ഇപ്പൊ നമുക്ക് ഒരു ദിവസം എന്ന് പറഞ്ഞാല് ഏകദേശം 6 കിലോ അരി വേണം. 6 കിലോ അരി വേണം. പിന്നെ ചെറുതോണിയിലുള്ള കടക്കാർ നമുക്ക് ചിക്കന്റെ പാർട്സ് ഒക്കെ നമുക്ക് തരും. ചിക്കന്റെ സാധനങ്ങളൊക്കെ തരും. അതും കൂടെ കൂട്ടിയിട്ടാണ് നമ്മളിപ്പം വേവിച്ച് ഫുഡ് കൊടുക്കുന്നത്. നേരത്തെ നമ്മൾ എല്ലാ ദിവസവും രാവിലെ കൊടുക്കുന്നുണ്ടായിരുന്നു. പക്ഷെ ഇപ്പം അരിയുടെ ഷോർട്ടേജും സാമ്പത്തിക അതൊക്കെ ബുദ്ധിമുട്ടും കാരണം ഒന്നിടവിട്ട ദിവസങ്ങളിൽ ലോക്ക്ഡൌൺ സമയത്ത് അങ്ങനെ നമ്മൾ കൊടുത്തോണ്ടിരുന്നത്. ഒരു ദിവസം ഇപ്പൊ ഇന്ന് രാവിലെ കൊടുത്തു കഴിഞ്ഞാൽ നാളെ ഇല്ല, നാളത്തെ കഴിഞ്ഞ് രാവിലെ കൊടുക്കും. അങ്ങനെ കൊടുത്തോണ്ടിരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ ഒരു ദിവസം ഒരു നേരമെങ്കിലും കൊടുക്കേണ്ടതാണ്. പക്ഷെ അങ്ങനെ കൊടുക്കാനുള്ള നിവൃത്തിയില്ലാത്തതുകൊണ്ട് നമ്മളിപ്പോ ഇങ്ങനെ ഒന്നിടവിട്ട ദിവസങ്ങളിൽ കൊണ്ട് കൊടുക്കുകയാണ്. അല്ലാതെ വേറെ നിവൃത്തിയില്ല. ഇത് അരി കണ്ടെത്തണം, ചിക്കന്റെ പാർട്സിന് അവർക്ക് എന്തെങ്കിലും കൊടുക്കണം, ചിക്കൻ കാല് അങ്ങനെയൊക്കെയുള്ള എന്തെങ്കിലും കൊടുക്കണം. അതിന്റെയൊക്കെ പിന്നെ ഇത് വെച്ചുണ്ടാക്കണം. അങ്ങനെയൊക്കെയുള്ള ബുദ്ധിമുട്ടുകളുണ്ട് ഇതിന് പുറകില്. ഒരുപാട് പേര് സഹായിക്കുന്ന ആൾക്കാരും ഉണ്ട്. ഇത് കണ്ടുകൊണ്ട് ഒരുപാട് പേര് അരിയൊക്കെ മേടിച്ച് റേഷൻ അരിയൊക്കെ മേടിക്കാത്ത ആൾക്കാർ ചിലരൊക്കെ 10 കിലോ 5 കിലോ ഒക്കെ റേഷൻ അരി കടയ്ക്ക് മേടിച്ചെന്ന് സഹായിക്കും. പിന്നെ ഇവിടെ ഉപദ്രവിക്കുന്നവരുണ്ട്. ഇത് നമ്മളെ ഉപദ്രവിക്കുന്നവരുണ്ട്. നമുക്കെതിരെ കേസെടുത്ത സംഭവം വരെ ഉണ്ടായിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് ഫുഡ് കൊടുത്തതിന്റെ പേരില്. സുപ്രീം കോടതിയുടെ ഓർഡർ ഉണ്ട്. നിലവിൽ ഇങ്ങനെ ഇവരെ തടസ്സപ്പെടുത്തരുതെന്നുള്ള ഓർഡറൊക്കെ ഉണ്ട്. പക്ഷെ അതൊന്നും പാലിക്കപ്പെടുന്നില്ല. നമ്മളെ ഇപ്പോഴും ചീത്ത പറയുന്നവരൊക്കെ ഉണ്ട്. പക്ഷെ എന്നാലും വിശപ്പടങ്ങിയാൽ മനുഷ്യനാണെങ്കിലും മൃഗമാണെങ്കിലും വിശപ്പാണല്ലോ വലുത്. നമുക്കൊരു 4 നേരം വിശന്ന നമ്മുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയേ. നമുക്ക് പ്രളയ സമയം വന്നപ്പോൾ നമുക്ക് അറിയാവുന്നതാണ്. നമ്മുടെ വിശപ്പിന്റെ വില എന്നാ. ഒരു പാക്കറ്റ് ബ്രെഡിന് വേണ്ടിയിട്ട് മനുഷ്യൻ കൈ നീട്ടുന്നൊക്കെ നമ്മൾ കണ്ടതാ. അപ്പൊ നമുക്ക് മാത്രം വിശപ്പുണ്ടെന്നുള്ള ചിന്ത ശരിയല്ല. ജീവനുള്ള എല്ലാത്തിനും വിശപ്പുണ്ട്. പിന്നെ ഇതുങ്ങൾക്ക് ആർക്കും കൊടുക്കാത്ത എന്നാ വെച്ചാൽ ഇതുങ്ങളെ കൊണ്ട് വേറെ ലാഭമൊന്നുമില്ല. ഇപ്പൊ ഒരു പശുവിനെ വളർത്തിയാൽ അതിന് തീറ്റ കൊടുത്താൽ ലാഭമുണ്ട്, പന്നിയെ വളർത്തിയാൽ ലാഭമുണ്ട്, ആടിനെ വളർത്തിയാൽ ലാഭമുണ്ട്, മറ്റെല്ലാത്തിനും ലാഭമുണ്ട്. നമുക്ക് കൊടുക്കുന്ന ആഹാരത്തിന്റെ 3 ഇരട്ടിയായിട്ട് നമുക്ക് വിലയായിട്ട് തിരിച്ചു കിട്ടും. പക്ഷെ ഇതുങ്ങൾക്ക് ആഹാരം കൊടുത്താൽ ആരും തിരിച്ചു തരാനില്ല. നമുക്ക് ഇതുപോലെ തന്നെ ഏറും ചവിട്ടും തൊടിയൊക്കെ മാത്രമേ തിരിച്ചു കിട്ടാറുള്ളൂ. അതുകൊണ്ടാണ് ഇതുങ്ങൾക്ക് ആരും. പിന്നെ ഇപ്പൊ കേരളത്തിൽ പല സ്ഥലങ്ങളിലും ഉണ്ട്, ഫുഡ് കൊടുക്കുന്ന ആൾക്കാർ പല സ്ഥലങ്ങളിലും ഉണ്ട്, ഒരുപാട് പേരുണ്ട്. അങ്ങനെയാണ് ഇതിന്റെ ഇത് ഇപ്പൊ നിലവിൽ നിൽക്കുന്നത്. ഇത് നമ്മൾ തുടങ്ങുന്നത് ലോക്ക്ഡൌൺ സമയത്താണ്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞായിരുന്നല്ലോ, ലോക്ക്ഡൌൺ സമയങ്ങളിൽ മൃഗങ്ങൾക്കും മറ്റുള്ളതിനൊക്കെ ആഹാരം കൊടുക്കണം. കാരണം ഇല്ലെങ്കിൽ ഇതുങ്ങൾ ആക്രമിച്ചു കഴിഞ്ഞാൽ അന്ന് ആ സമയത്ത് ആശുപത്രിയിലൊന്നും പോകാൻ കഴിയത്തില്ലാത്തൊരു സാഹചര്യമായിരുന്നല്ലോ. അപ്പൊ അന്നാണ് നമ്മളിത് സ്റ്റാർട്ട് ചെയ്തത്. ഇടുക്കി ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിന്റെ അവിടെ കഞ്ഞി വെച്ച് നമ്മള് പൈനാവ്, ചെറുതോണി, വഞ്ചിക്കവല, അങ്ങനെ വാഴത്തോപ്പ്, കളക്ടറേറ്റ് അങ്ങനെയുള്ള സ്ഥലങ്ങളിലെല്ലാം കൊണ്ട് കൊടുക്കുമായിരുന്നു. അങ്ങനെയാണ് നമ്മൾ തുടങ്ങിയത്. പക്ഷെ ലോക്ക്ഡൌൺ കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ ഇതൊക്കെയാണ് ഇവിടെ പൂർണ്ണമായിട്ടൊന്നും കടകളും തുറക്കാതെ വന്നു. ഭാഗ്യമായിട്ട് തുറന്നപ്പോൾ ആഹാരം കിട്ടാവുന്നു. പക്ഷെ നമ്മൾ ഈ ലോക്ക്ഡൌൺ 2 വർഷക്കാലം നമ്മൾ സ്ഥിരമായിട്ട് ഇത് കൊടുത്തപ്പോഴത്തേക്കും ആ കറക്റ്റ് സമയമാകുമ്പോൾ ഇവര് വന്ന് അവിടെ നിൽക്കും. കാരണം ഒരു ഇതുപോലെയായി. അപ്പം ആ സമയത്ത് നിങ്ങൾ രാവിലെ വന്ന് അവിടെ നിൽക്കും. അപ്പൊ അങ്ങനെ നമ്മൾ പിന്നെ തുടർച്ചയായിട്ട് കൊടുത്തു പോകുന്നു. അതിന്നും തുടരുകയാണ്. ഇതൊരു കുഴപ്പം എന്താ വെച്ചാൽ ഇടുക്കി ജില്ലയിൽ വന്ധ്യംകരണം നടപ്പാക്കുന്നില്ലാത്തതുകൊണ്ടും AB സെന്റർ ഇല്ലാത്തതുകൊണ്ട് ഒരുപാട് ഇങ്ങനെ തെരുവ് നായ്ക്കൾ പെറ്റുപെരുകി വംശവർദ്ധനവ് ഭയങ്കരമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ആഹാരം കൂടെ കിട്ടാതെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ ആക്രമിക്കാനോ കോഴി, ആടോ അല്ലെങ്കിൽ കൂട്ടമായിട്ട് നടന്ന് മറ്റുള്ളവരെയൊക്കെ ആക്രമിക്കാനുള്ള സാധ്യത കൂടുതലാണ്. നമ്മുടെ ഇവിടെ നമ്മളിത് കണ്ടതെന്നു വെച്ചാൽ ആഹാരം കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ എവിടെയെങ്കിലും പോയി ഇവർ കിടന്നോളും. വേറെ ശല്യങ്ങളൊന്നും ഇതിനായിട്ടും ഇവിടെ ഇല്ല. അപ്പം വിശന്ന് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ അലഞ്ഞു നടക്കും. അതിൻ്റെ ഇടയ്ക്ക് ആൾക്കാർ എറിയുന്നവരുണ്ട്, എറിയും, ഉപദ്രവിക്കും. അപ്പൊ ഇതെല്ലാം കൂടെ ആകുമ്പോഴത്തേനും ആരെങ്കിലും വടിയെടുത്ത് കഴിഞ്ഞാൽ അവരെ ആക്രമിക്കാനുള്ളൊരു വരും. പക്ഷെ ഇവിടെ നമ്മൾ കണ്ടത് ആഹാരം കൊടുത്തു കഴിഞ്ഞാൽ എവിടെയെങ്കിലും പോയി കിടന്നോളും. അങ്ങനെയാണ് ഒരു ഇത് കണ്ടത്. അതുകൊണ്ട് അതിങ്ങനെ ഇന്നും തുറന്നുകൊണ്ടിരിക്കുകയാണ്. കാരണം കറക്റ്റ് രാവിലെ സമയങ്ങളിൽ നിങ്ങൾ ഈ സ്പോട്ടിലെല്ലാം നമ്മളിപ്പോ ഈ കാണുന്ന ഈ സ്പോട്ടിലെല്ലാം നിങ്ങൾ കൃത്യസമയത്ത് വന്ന് നിൽക്കും, ഫുഡ് കഴിക്കും, എവിടെയെങ്കിലും പോയി കിടക്കും. ഇതാണ് ഇപ്പോഴത്തെ ഒരു രീതി തുറന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ കണ്ടല്ലോ. ഇപ്പം നമ്മളിപ്പോൾ കാണുന്നത് വീടിൻ്റെ അടുത്ത് തന്നെയുള്ള റോഡാണ്. അവിടെ ഈ പ്രാവുകൾക്കും അതുപോലെ ധാന്യങ്ങളൊക്കെ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. അതുങ്ങളും ആ സമയമാകുമ്പോഴത്തേക്ക് അതും അവിടെ വരും. ഇങ്ങനെ പ്രാവുകളും
അവിടെ ഈ ഭക്ഷണത്തിന് വേണ്ടിയിട്ട് അതും അവിടെ പറന്ന് കൂടുന്നതാണ് കാഴ്ച നമുക്ക് കാണാൻ പറ്റുന്നത്. എങ്ങനെയാണെങ്കിലും ഈ പട്ടിയാണെങ്കിലും ഈ പ്രാവുകളാണെങ്കിലും ഇതുങ്ങൾക്കൊക്കെ ഭക്ഷണം ആവശ്യമുണ്ട്. അവർ എൻ്റെ പട്ടിണി അല്ലെങ്കിൽ വിശപ്പുള്ളത് കൊണ്ടാണ് ഇതുങ്ങളെല്ലാം ഈ സമയമാകുമ്പോഴത്തേക്കും ഇവിടെ ഓടിയെത്തുന്നത്. അപ്പോൾ എങ്ങനെയാണെങ്കിലും ഈ റോയിച്ചിന് ഇതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിന് നന്ദി അറിയിക്കുന്നു. ഓക്കെ, താങ്ക്സ്.